ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴ ഒറ്റമശ്ശേരിയിൽ കടലാക്രമണം രൂക്ഷമാണ്. കടക്കരപ്പള്ളി 14-ാം വാർഡിലെ ജനങ്ങൾ ദുരിതത്തിലാണ്. വിവരങ്ങളുമായി YS അഭിനന്ദാണ് ആലപ്പുഴയിൽ നിന്നും ചേരുന്നത്. അഭി, സ്വാഭാവികമായിട്ടും ആലപ്പുഴയിൽ ഈ മഴക്കെടുതി അത് എല്ലാ കാലവർഷ സമയത്തും ഉണ്ടാവുന്നതാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവിടുത്തെ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടാണ്. നിലവിലെ അവിടുത്തെ ഈ പറയുന്ന സ്ഥലങ്ങളിലേക്കുള്ള അവസ്ഥ എന്താണ്? അവിടുത്തെ നാട്ടുകാർ എന്താണ് പറയുന്നത്? ശക്തമായ കാറ്റിലും മഴയിലും വലിയ രീതിയിലുള്ള കടലാക്രമണമാണ് ഇപ്പോൾ ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശങ്ങളുള്ളത്. തീരപ്രദേശങ്ങളായ തൃക്കുന്നപ്പുഴയിലും രാവിലെ തന്നെ കടലാക്രമണം രൂക്ഷമായിരുന്നു. അവിടുത്തെ പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അടക്കം തൃക്കുന്നപ്പുഴ നിവാസികളെ മാറ്റിയിരുന്നു. ഇപ്പോൾ വരുന്നത് ആലപ്പുഴ ഒറ്റമശ്ശേരിയിൽ നിന്നാണ്. ചേർത്തല നിയോജക മണ്ഡലത്തിലെ കടക്കരപ്പള്ളിയിലെ 14-ാം വാർഡിലാണ് ഇപ്പോൾ ജനങ്ങൾ ദുരിതത്തിലായിരിക്കുന്നത്. ഇവിടെ പുലിമുട്ടുകൾ നിർമ്മിക്കുമെന്ന് നേരത്തെ അധികൃതർ അറിയിച്ചിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള നടപടിയും അന്ന് ഉണ്ടായിരുന്നില്ല. കൃഷിമന്ത്രി പി പ്രസാദിന്റെ മണ്ഡലത്തിലാണ് ഇത്തരത്തിലേക്കൊരു പ്രശ്നമുണ്ട്. നേരത്തെയും MLA ഓഫീസിലടക്കം പ്രതിഷേധ മാർച്ചടക്കം സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. അവിടെ ഒരു 1.5 കിലോമീറ്റർ നീളത്തിലുള്ള സീവാളാണുള്ളത്. സീവാൾ ഇന്നലത്തെ മഴയിൽ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കടലാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ അവിടുത്തെ വീടുകളിലേക്കൊക്കെ കടൽ വെള്ളം ഇരച്ചു കയറുന്ന സാഹചര്യമാണുള്ളത്. ഏതാണ്ട് 14 കുടുംബങ്ങളാണ് ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്നത്. കിഴക്കൻ വെള്ളം ഇവിടേക്ക് എത്തുന്നതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ആലപ്പുഴയിലെ താഴ്ന്ന പ്രദേശങ്ങൾ രാവിലെ മുതൽ വെള്ളക്കെട്ടിലാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ മാറുവാൻ വേണ്ടി നഗരസഭാ അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഈ ദുരിതാശ്വാസ ക്യാമ്പും തങ്ങളുടെ വീടും തമ്മിലുള്ള ദൂരം വലിയ രീതിയിലായതുകൊണ്ട് ഒരുപാടായതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് മാറാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ പ്രദേശവാസികൾ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ നിലവിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് റെഡ് അലർട്ടിന് സമാനമായ മഴയാണ് രാവിലെ മുതൽ ആലപ്പുഴയുടെ പല ഭാഗങ്ങളിലും പെയ്തുകൊണ്ടിരിക്കുന്നത്. ദേശീയപാതയോരത്തൊക്കെ ഇപ്പോൾ ദേശീയപാതയുടെയൊക്കെ പണികൾ പുരോഗമിക്കുന്നതിനാൽ തന്നെ കായംകുളം, ഹരിപ്പാട് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെയുള്ള വീടുകളൊക്കെ തന്നെ ഇപ്പോൾ വെള്ളത്തിനടിയിലാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. കുട്ടനാട്, അപ്പർ കുട്ടനാട് പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാവുന്ന സാഹചര്യം. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയും ഇത്തരത്തിലേക്ക് വെള്ളത്തിനടിയിലായതുകൊണ്ട് KSRTC സർവീസുകൾ അവിടെ പൂർണ്ണമായും ഇപ്പോൾ സ്തംഭിച്ച സാഹചര്യമാണ്. അങ്ങനെ കടലാക്രമണം രൂക്ഷമായിരിക്കുകയാണ്. ആലപ്പുഴ ഒറ്റമശ്ശേരി എന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇത്തരത്തിലേക്ക് എത്രയും വേഗം ഒരു നടപടിയായില്ലെങ്കിൽ അവിടുത്തെ പൂർണ്ണമായും ജനങ്ങൾ ദുരിതത്തിലാകുമെന്നാണ് അവിടെയുള്ള പ്രദേശവാസികളടക്കം വ്യക്തമാക്കുന്നത്. ജനപ്രതിനിധികളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അവർക്ക് അനുകൂലമായ സാഹചര്യത്തിലേക്ക് അവർക്ക് മാറ്റാൻ കഴിയും എന്നാണ് ഇപ്പോൾ ജനപ്രതിനിധികളടക്കം വ്യക്തമാക്കുന്നത്. എന്തായാലും ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ ഇത്തരത്തിലേക്ക് കടലാക്രമണം രൂക്ഷമാകുന്നു. താഴ്ന്ന പ്രദേശങ്ങളടക്കം വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യവും നിലവിൽ ആലപ്പുഴയിലുണ്ട്. പ്രജിൻ.